ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ½ kg കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിലെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനായി നമ്മൾക്കൊരു ബൗളിൽ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിൽ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തത് 1/4 സ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പ്. എന്നിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക കേട്ടോ. 3 തവണ അരിച്ചെടുക്കണേ. അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിക്കോളും. അപ്പം നമ്മൾ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ½ kg ടിന്നിൽ ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടിന്നിൻ്റെ സൈഡ് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അടുത്ത് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം നമുക്ക് സ്പോഞ്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അര സ്പൂൺ വാനില എസൻസ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ക്രീമി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറിക്കോളും. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. അടുത്തായിട്ട് നമ്മൾ അരിച്ച് വെച്ച ഫ്ലോറ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അടുത്തായിട്ട് 1/2 സ്പൂൺ വിനാഗിർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാൽ കപ്പിൻ്റെ പകുതി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബൗളിൻ്റെ അരികത്തുള്ളതൊക്കെ ഒഴിച്ചെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നമുക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം. അതൊരു 50 മിനിറ്റാണ് ടൈം വയ്ക്കുന്നത് കേട്ടോ ഞാൻ. അടുത്തായിട്ട് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വിസ്കും ബൗളും ഒന്ന് 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. താന്ന് പോവാതെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾക്കതൊരു സ്ക്വയർ കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നുണ്ടോ? സ്ക്വയറിൽ ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടാവില്ല. ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനെ 1 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ 1/2 കപ്പിൽ എടുത്തതുകൊണ്ട് 2 പ്രാവശ്യം ഒഴിച്ചു. അടുത്തത് 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
നല്ലോണം സ്റ്റിഫ് പരുവാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബീറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതെടുക്കുക, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സ്പോഞ്ച് ഫില്ലിങ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 ലെയറായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബേസ് വെച്ച് ക്രീം തേച്ച് കൊടുക്കാം. ബേസിൽ നമുക്ക് കുറച്ച് ക്രീം എടുത്ത് മൊത്തം ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോഞ്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ലെയർ വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവിടെയും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്ത് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇട്ട് വെക്കാം. ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തു കേട്ടോ. മൊത്തത്തിലൊന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റമർ ഡിസൈൻ അയച്ചു തന്ന രീതിയിലാട്ടോ ചെയ്യണേ. അപ്പോൾ കളറ് വന്നിട്ട് ബ്ലൂവും റോസായിട്ടാണ്. അപ്പോൾ ഡബിൾ ലെയർ ആയിട്ടാണ് കളറ് വരുന്നത് കേട്ടോ. താഴത്തെ ലെയർ ബ്ലൂവും മുകളിലത്തെ ലെയർ റോസും. അപ്പോൾ താഴെ നമ്മൾക്ക് ബ്ലൂ ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് റോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ടോപ്പിലും മുകളിലത്തെ ലെയറിലും ഇട്ട് കൊടുക്കാം. ക്രീം മൊത്തം തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഒപ്പമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അടുത്തായിട്ട് ഡിസൈൻ ചെയ്യാം. ഹാർട്ട് ഷേപ്പ് ടോപ്പർ ഒന്ന് നമുക്ക് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഫ്ലെക്സ് ബോൾ ബ്ലൂവും റോസും വൈറ്റും ആണ് ഇതിൽ വെക്കണത്. ഇത് വൈറ്റ് വെച്ച് കുത്തി കൊടുക്കാം. അടുത്തത് റോസ് കുത്തി കൊടുക്കാം കേട്ടോ. അടുത്തത് ഷുഗർ ബോൾസ്, കളർ ബോൾസ് നമുക്ക് ടോപ്പിലൊന്ന് വിതറി കൊടുക്കാം. ഇത് മോം ടു ബിയുടെ കേക്ക്, അപ്പോൾ മോം ടു ബിയുടെ സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഡിസൈൻ വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും നല്ല സിമ്പിളായിട്ടൊന്ന് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.